കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം കൃഷി അനുബന്ധ മേഖലകളിൽ ധാരാളം സ്വയം തൊഴിൽ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്വയം തൊഴിൽ സംരംഭമായി കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് തേനീച്ച വളർത്തൽ. പ്രത്യേകിച്ച് ജില്ലയുടെ മലയോര മേഖലകളിൽ, അതേപോലെ തന്നെ റബ്ബർ കൃഷി ഏറ്റവും വ്യാപകമായുള്ള മേഖലയിൽ കർഷകരൊക്കെ തന്നെ ഒരു അധിക വരുമാനം എന്നുള്ള നിലയിൽ വൻതേനീച്ചകളുടെ കൃഷി നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ അതുകൂടാതെ തന്നെ ചെറുതേനീച്ച വളർത്തലും കൂടുതലായി കൃഷി വിജ്ഞാന കേന്ദ്രം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ചെറുതേനീച്ചയുടെ പ്രദർശനത്തോട്ടം കർഷകരുടെ കൃഷിയിടങ്ങളിൽ നടത്തിയിരുന്നു. അതിൽ നിന്ന് കർഷകരുടെ ഇടയിൽ ധാരാളമായിട്ട് അതിനൊരു ആവശ്യകത വരികയും തുടർന്ന് ഞങ്ങളിവിടെ പരിശീലന പരിപാടികൾ നൽകി വരുന്നുണ്ട്. ചെറുതേനീച്ചയാണ് വിശിഷ്ടമായ ചെറുതേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന തേനിന് അവർണ്ണനീയമായ മഹത്വമാണുള്ളത്. കൂടാതെ ചെറുതേനീച്ചകൾ സസ്യങ്ങളിലെ ഉത്തമ പരാഗണ സഹായികളുമാണ്. ഇതര തേനീച്ചകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ചെറുപുഷ്പങ്ങളിൽ പോലും സന്ദർശിച്ച് മധുവും പൂമ്പൊടിയും ശേഖരിക്കാൻ ചെറിയ ശരീരത്തിനുടമയായ ചെറുതേനീച്ചയ്ക്ക് സാധിക്കുന്നു. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കും അതേപോലെ കേരളത്തിലെ കൃഷിരീതികൾക്കും ഏറ്റവും അനുയോജ്യമായത് ചെറുതേനീച്ച വളർത്തലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതും അതേപോലെ ഔഷധ ഗുണമുള്ളതും ചെറുതേനിനാണ്. കേരളത്തിലുടനീളം കാണുന്ന ചെറുതേനീച്ചയുടെ ജനുസ് ട്രിഗോണ ഇറിഡിപ്പെന്നീസ് എന്നാണ്. വിഷസൂചി പൂർണ്ണമായി രൂപപ്പെടാത്തതുമൂലം ഇവ സ്റ്റിഗ്ലസ് ബീസ് എന്നറിയപ്പെടുന്നു. ഇവ കുത്തുകയല്ല, പകരം കടിക്കുകയാണ് ചെയ്യുന്നത്. ചെറുതേനീച്ച വളർത്തലിൽ നമുക്ക് ഏത് ആളുകൾക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പോലും ചെറുതേനീച്ച സ്റ്റിങ്ലെസ് ബീസ് ആവുകൊണ്ട് കുത്തുന്നതല്ലാത്തതുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് എളുപ്പമാണ്. വൻതേനീച്ചയാവുമ്പോൾ കുത്തൽ കിട്ടും. അതുകൂടാതെ ക്ഷാമകാലത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡിങ് നൽകേണ്ടതുണ്ട്. അതായത് പഞ്ചസാര ലായനി 300 ഗ്രാം 1 കപ്പ് വെള്ളത്തിൽ കലക്കി 10 ദിവസം കൂടുമ്പോൾ കൊടുക്കേണ്ടതുണ്ട്. ചെറുതേനീച്ചയ്ക്ക് ക്വാണ്ടിറ്റി വർഷത്തിൽ ഒരു തവണ 1 കിലോ തേൻ ഒരു പെട്ടിയിൽ നിന്ന് ലഭിക്കും. പക്ഷേ കേരളത്തിൽ വൻതേനിന് 10 മുതൽ 20 കിലോ തേൻ ലഭിക്കുമെങ്കിലും 10 മാസത്തോളം നമുക്ക് ഫീഡിങ് നൽകേണ്ടതുണ്ട്. എന്നാൽ ചെറുതേനീച്ചയ്ക്ക് അത് ആവശ്യമില്ല. ഇതുകൂടാതെ ഔഷധ ചെടികളിൽ നിന്നും മറ്റും തേനും പൂമ്പൊടിയും ശേഖരിക്കുന്നതുകൊണ്ട് ചെറുതേന് ഔഷധ ഗുണം വളരെ കൂടുതലാണ്. ചെറുതേനീച്ചയെ കൂടുകളിലാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താനുള്ള വിദ്യ വൻ തേനീച്ച വളർത്തൽ, ചെറുതേനീച്ചകളുടെയും വൻ തേനീച്ചകളുടെയും ജീവിതചക്രം, പരിപാലന മുറകൾ, ശുദ്ധമായ തേൻ സംഭരണം, ഇവയ്ക്ക് തേനും പൂമ്പൊടിയും നൽകുന്ന സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ തുടങ്ങിയവയെക്കുറിച്ച് കർഷകർക്കും തൽപര സംരംഭകർക്കും വിശദമായ പരിശീലനവും സാങ്കേതിക സഹായങ്ങളും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം നൽകി വരുന്നു. ചെറുതേനും ഒപ്പം തന്നെ വൻതേനും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർ ഇവിടെ എത്തുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രം അവർക്ക് വേണ്ട സാങ്കേതിക ഉപദേശങ്ങളും ഒക്കെ നൽകി വരുന്നുണ്ട്. കൂടാതെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൻ്റെ ഫലമായി തേനീച്ച വളർത്തുവാനുള്ള മറ്റ് സാഹചര്യങ്ങളൊക്കെ, ഈ തേനീച്ച വളർത്താനുള്ള പെട്ടിയും ഇതൊക്കെ തന്നെ സൗജന്യമായി കൊടുക്കുന്ന ധാരാളം സ്കീമുകളുമുണ്ട്. ജില്ലയിലെ കർഷകർ ഇവിടെ എത്തി ഈ ഒരു തേനീച്ച വളർത്തലിൻ്റെ പരിശീലനം ഇവിടെ നിന്ന് ലഭിച്ചു മടങ്ങുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിലുള്ള തേനീച്ച വളർത്തലിന് പ്രോത്സാഹനമാകും. അതിന്റെ പരിണിത ഫലമെന്നോണം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കർഷകർ തേനീച്ച വളർത്തലിൽ സജീവമായിട്ടുണ്ട്. വിപണിക്ക് ക്ഷാമമില്ലാത്ത ചെറുതേനും വൻതേനും ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാം എന്നതിലുപരി കൃഷിയിടങ്ങളിൽ യഥാവിധിയുള്ള പരാഗണം സാധ്യമാക്കുകയും ചെയ്യാം.